വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് സർക്കിൾസ് സ്റ്റാർട്ട് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസുകൾ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. നമുക്ക് തുടങ്ങാം. സർക്കിൾസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Suppose we draw a circle with the bottom side of the triangle. ഇവിടെ തന്നിട്ടുണ്ട്. This is 110, this is 90, this is 70. നമുക്കൊരു പേര് കൊടുക്കാം. പേര് കൊടുത്താൽ എഴുതാൻ PQR. ആംഗിൾ APB നമുക്കറിയാം. ഇപ്പോൾ AB ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ നമുക്ക് അറിയാം. ഫസ്റ്റ് റിസൾട്ട് എന്താ? ആംഗിൾ AB. ഇവിടെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റും ആംഗിളിൻ്റെ എൻ പോയിൻ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അതെപ്പോഴും എന്തായിരിക്കും? 90 ആയിരിക്കും. ഇനി നമ്മളിവിടെയാണ് ഒരു പോയിൻ്റ് കൊടുക്കുന്നതെങ്കിൽ ഇൻസൈഡ് ദി സർക്കിൾ ആണെങ്കിൽ ഇതെപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 90. ഔട്ട് സൈഡ് ആണെങ്കിലോ ലെസ് ദാൻ 90. അപ്പോൾ 90 കുറവാണെങ്കിൽ നമ്മളതിനെ പുറത്താക്കും. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ആംഗിൾ APB 90 is equal to 110 greater than 90. 110 90ൽ കൂടുതലാണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? P is out inside the circle. ഇൻസൈഡ് ദി സർക്കിൾ. ടെക്സ്റ്റിൽ നമുക്ക് പേരില്ല. അപ്പം നമുക്കൊരു പേര് കൊടുത്താൽ എഴുതാൻ എളുപ്പമുണ്ട്. ആംഗിൾ AQB 90 degree. Therefore Q is on the circle. Angle ARB 70 degree less than 90. 90 കുറവായതുകൊണ്ട് പുറത്ത്. ഔട്ട്സൈഡ് ദി സർക്കിൾ. R is outside. ഇത്ര ഓർത്താൽ മതി. ഈക്വൽ ടു 90 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, ലെസ് ദാൻ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എഴുതാത്തത്. ABCD 105, 110, 55. നമുക്കിവിടെ ക്വാഡ്രിലാറ്ററൽ ഒരാംഗിൾ തന്നിട്ടില്ല അല്ലേ? ഇപ്പോൾ ക്വാഡ്രിലാറ്ററൽ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? സം ഓഫ് ഓൾ ആംഗിൾസ് എന്താണ്? 360 ഡിഗ്രി. വെച്ചാൽ എല്ലാ കോണുകളും കൂടെ കൂട്ടുമ്പോൾ 360 കിട്ടും. ആംഗിൾ D കാണുന്ന എന്ത് ചെയ്യണം? 360 മൈനസ് സം ഓഫ് അതർ 3 ആംഗിൾസ്. തന്നിരിക്കുന്ന 3 കോണുകളും കൂട്ടിയിട്ട് 360 നിന്ന് കുറയ്ക്കണം. 105 പ്ലസ് 55 പ്ലസ് 110. ദാറ്റ് ഈസ് 90 ഡിഗ്രി. 90ക്ക് ഈ സിമ്പിൾ ഇട്ടാലും മതി. 90 എന്ന് എഴുതാം. നമുക്ക് എല്ലാ ആംഗിളും കിട്ടി അല്ലേ? ഇനി നമുക്ക് AC ഡയമീറ്റർ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ 2 കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ. നമുക്കിവിടെ A എത്ര കിട്ടി? എയും സിയും എന്താ തന്നിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ 90.
ഇവിടെ ബി ഡി ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും സിയും എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ. ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ ഗ്രേറ്റർ ദാൻ 90. Therefore, A and C are inside the circle with the diameter ഏതാണ്? ബി ഡി. അപ്പം ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണലാണ് ബി ഡി. ആ ബി ഡി ഡയമീറ്ററായിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരച്ചാൽ, ഒരു സർക്കിൾ വരച്ചാൽ എയും സിയും എവിടെയായിരിക്കും? ഇപ്പോൾ എവിടെയായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി ഡി. നമുക്ക് എ സി ഡയമീറ്റർ ആയ എന്ത് വരും? ആംഗിൾ ഡി 90 ഡിഗ്രി. Therefore, D is on the circle. D is on the circle with AC as a diameter. AC diameter AC എന്ന് എഴുതിയാൽ മതി. യെസ്. ബി നോക്കി, ലെസ് ദാൻ 90 ആണ് അല്ലേ? ലെസ് ദാൻ 90 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഔട്ട്സൈഡ് ദി സർക്കിൾ. ബി ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി ലെസ് ദാൻ 90. Therefore, B is outside the circle with AC diameter AC. Question number 3. ഈക്വൽ ടു 90 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, ലെസ് ദാൻ 90 ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. നമ്മൾ പുറത്താക്കും, പോയിൻറ്റിനെ പുറത്താക്കും അല്ലേ? 90 കുറവായതുകൊണ്ട് സർക്കിളിനകത്ത് നിൽക്കണ്ട എന്ന് പറയും. തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്വൽവ് 5 30. ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്. സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm, 12 cm, 13 cm ആസ് ഡയമീറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സർക്കിൾ. വേർ വുഡ് ദ തേർഡ് വെർട്ടെക്സ്? നോക്കി, ആംഗിൾസ് സൈഡ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നോക്കി, 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്താ? 13 സ്ക്വയർ. 144 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 169. ഇതെന്താണ്? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്ത് അല്ലേ? നമുക്കൊരു പേര് കൂടെ കൊടുക്കും, എ ബി സി. ഇതാണ് ലോങ്ങസ്റ്റ് സൈഡ്. എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും എപ്പോഴും 90 ഡിഗ്രി വരുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എ സി ആണ് സൈഡ് അല്ലേ? ലോങ്ങസ്റ്റ് സൈഡ്. അപ്പോൾ ആ എയും സിയും മാറ്റിയിട്ട് പിന്നെ ഒരു ലെറ്റർ അല്ലേ ഉള്ളൂ, ബി. അതായിരിക്കും 90 വരുന്നത്. നമുക്കിവിടെ ബി എന്ത് കിട്ടി? 90 ഡിഗ്രി. സോ ബി ഈസ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ സി. ബി ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? 3 കോണുകളും 3 ആംഗിളും കൂട്ടുമ്പോൾ സം ഓഫ് ഓൾ ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രി, 180 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ എത്രയാണ്? 1 ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ സം ഓഫ് അതർ 2 ആംഗിൾസ് ഈസ് 90 ഡിഗ്രി. സോ ഈച്ച് ആംഗിൾ ഈസ് ലെസ് ദാൻ 90. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ബാക്കി 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയേ കിട്ടുകയുള്ളൂ? 180 മൈനസ് 180 മൈനസ് 90, ദാറ്റ് ഈസ് 90. ഓരോ ആംഗിളും എന്തായിരിക്കും? അക്യൂട്ടായിരിക്കും, ലെസ് ദാൻ 90 ആയിരിക്കും. ആംഗിൾ എ ആൻഡ് സി ആർ, ആംഗിൾ എ ഈസ് ലെസ് ദാൻ 90. സോ എ ലൈ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദ ഡയമീറ്റർ ബി.
A line, A is A നമ്മൾ നോക്കുമ്പം ഏതാണ് ഡയമീറ്റർ നോക്കേണ്ടത്? BC. A is a circle outside the circle with diameter BC. ഇനി നമുക്ക് സിയും കൂടെ നോക്കാം. സിയും എന്താ? ലെസ് ദാൻ 90 അല്ലേ? അപ്പോൾ സി ലെസ് ദാൻ 90 ആണ്. Therefore C is outside the circle സി നോക്കുമ്പോൾ നമ്മൾ ഏതാണ് ഡയമീറ്റർ നോക്കേണ്ടത്? AB. Question number 4. O is the center. AO is equal to half AB. C. In the picture, a circle is drawn with a line as diameter and a small circle with half the line as diameter. ഇത് AB. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ OS ഈ ലാർജ് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അത് ഡയമീറ്റർ ആയിട്ട് വരുന്ന സ്മോൾ സർക്കിൾ. പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദി ലാർജ് സർക്കിളിൻ്റെ കോഡാണ് AC. Through the point where the circle meet is bisected small circle. നോക്കി ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ കോഡ് ഈ സ്മോൾ സർക്കിളിനെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്, പിയിൽ അല്ലേ? ആ പി AC-യുടെ മിഡ് പോയിൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിൻ്റ്, നേർപകുതി. അപ്പോൾ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്താൽ എന്ത് വരും? ഓക്കെ, AO ഈസ് എ ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ. എയുടെയും ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? എയും ഒയും. ഓക്കെ, APO എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. നിങ്ങൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ആംഗിൾ ഇൻ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. നമ്മളിത് നമ്മളിങ്ങനെ ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ വരയ്ക്കണം. പെർപെൻഡിക്കുലർ വരച്ച ഇത് രണ്ട് ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ്. നമ്മളൊരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലംബം വരച്ചാൽ എന്തായിരിക്കും? ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും ഈക്വലായിട്ട്. ഇപ്പോൾ ഇത് മൊത്തം 8 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്താ പറയാം? 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അങ്ങനെ കിട്ടും. സോ AP ഈസ് ഈക്വൽ ടു PC. ബ്രാക്കറ്റ് പെർപെൻഡിക്കുലറിൻ്റെ ഈ സിമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ to a chord bisect the chord. Perpendicular from the center to a chord. അപ്പോൾ ലാർജ് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ആ ലാർജ് സർക്കിളിലെ ഒരു കോഡാണ് AC. നമുക്ക് ഈ 90 എങ്ങനെ കിട്ടി? ഈ സ്മോൾ സർക്കിൾ വെച്ചിട്ട് കിട്ടി അല്ലേ? ആംഗിൾ APO 90 ഡിഗ്രി. സോ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. സോ AP ഈസ് ഈക്വൽ ടു PC.
ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് കിട്ടി. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലിടാം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.